ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് സ്നാക്സ് ആണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു 125 ഗ്രാം ഗോതമ്പ് പൊടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു പച്ച മണം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഇട്ട ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഗോതമ്പ് പൊടി നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വരും. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് പൊടിയെല്ലാം നല്ലതുപോലെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ മാറ്റാം. മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് 200 ഗ്രാം പഞ്ചസാരയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം കൂടിയാണ്. ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർക്കാം. അതിനുശേഷം നമ്മുടെ ഈ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടണം നമുക്ക്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്പാച്ചുല വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹാൻഡ് വിസ്കാണ് എടുത്തിട്ടുള്ളത്. ഈ ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത്. അപ്പോൾ ഈ ഏലക്കയുടെ നല്ലൊരു മണമെല്ലാം നമുക്ക് കിട്ടും. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ചിട്ട് വരട്ടെ. തിളച്ചിട്ട് വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഈ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. അല്ലാതെ നമ്മളിതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും, ഒരു പച്ച മണവും ടേസ്റ്റൊക്കെ ഉണ്ടാകും. അതിൻ്റെ പേരിൽ ഉറപ്പായിട്ടും വറുത്തിട്ട് തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് എടുത്തതെന്ന് വെച്ചാൽ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ആകുമ്പോഴത്തേക്കും കട്ടയൊന്നും പിടിക്കാതെ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട പിടിക്കാതെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ്. അപ്പോൾ നെയ്യിൻ്റെ നല്ലൊരു മണമൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ കുറച്ച് ബദാം നട്ട്സ് കൂടി ചേർക്കുകയാണ്. ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിലക്കടല ആയാലും മതിയാവും. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യേണ്ട ബൗളിലേക്ക് മാറ്റണം. അപ്പം നമ്മളിത് തയ്യാറാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏത് ബൗളിലേക്കാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിലേക്ക് ബട്ടർ പേപ്പറും ഒരല്പം നെയ്യും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റാക്കി മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി തുടങ്ങാനായിട്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ബദാം നട്ട്സ് കൂടി ചേർക്കുകയാണ്. ഇത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. പക്ഷേ ഇത് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റും കാണാനും കുറച്ച് ഭംഗിയാണ്. ഇനി നമുക്ക് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പെട്ടെന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നന്നായിട്ട് ഉറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിചാരിച്ചതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണം. ഏത് ഷേപ്പിലാണോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു രീതിയിൽ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് സ്നാക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയാണെന്ന് കഴിക്കുന്നവരാർക്കും പറയാൻ പറ്റില്ല. ഇത് സോൻ പപ്പടിയുടെ ആ ഒരു ടേസ്റ്റാണ്, ബോംബെ മിഠായിയൊക്കെ ഇല്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.